ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പിയാണ് മാംഗോ മുത്തുമണി പായസം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചവ്വരി മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അത് എന്നിട്ട് അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ നമ്മുടെ ഒരു മാംഗോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചീനച്ചട്ടിയിലിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 ടീസ്പൂണ് ഈ ചവ്വരിയുടെ പൊടി നമ്മൾ പൊടിച്ച് വെച്ചതില്ല അതും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി ഇച്ചിരി കട്ടി കിട്ടും നമുക്ക്. അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഈ ചവ്വരിയുടെ പൊടിയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കുക. എന്നിട്ട് ഇത് നമുക്ക് വേവിക്കണം. അതിന് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ബോൾസ് മേലോട്ട് പൊങ്ങി വരും. വെന്ത് കഴിയുന്നതിന് ശേഷം അത് പൊങ്ങി വരുമ്പോഴാണ് കറക്റ്റ് വേവാകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഞ്ചസാര പാനിയും കൂടെ ഉണ്ടാക്കണം. അളവൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ആദ്യം ഈ ബോൾസ് നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം 2 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. അതിനുശേഷം ഈ പഞ്ചസാര പാനിയിൽ നമ്മൾ മുക്കി വയ്ക്കണം. അതൊരു മണിക്കൂർ പഞ്ചസാര പാനിയിലിരിക്കട്ടെ. അതിനുശേഷം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ വെള്ള ബോൾസും കൂടെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത്. ഇനി നമ്മൾ പായസത്തിൻ്റെ കാര്യത്തിലേക്ക് ചെയ്യുവാണ്. ആദ്യം മാംഗോ നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചിട്ട് അത് നമ്മൾ അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുക. പിന്നെ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ശർക്കരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഞാൻ യെല്ലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ചീനച്ചട്ടിയിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇച്ചിരി നെയ്യ് ഇട്ടിട്ട് അതിൻ്റെ ഇതിലേക്ക് നമ്മൾ മാംഗോ അടിച്ചു വെച്ചില്ലേ അതിടുക. പിന്നെ ശർക്കര പാനി ഞാൻ ഹാഫ് ഗ്ലാസ് ആദ്യം ഇടുന്നുള്ളൂ. ഞാൻ കാണിച്ചില്ലേ, ഇതാണ് യെല്ലോ ശർക്കര. കാരണം അല്ലെങ്കിൽ കളർ ചേഞ്ച് ആവും നമ്മൾ ബ്രൗണൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാൽ 2 പാലാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്ത 3 കപ്പ് 2 പാൽ ആഡ് ചെയ്യുക. പിന്നെ ചവ്വരി നമ്മൾ വേവിച്ച് വെച്ച ചവ്വരി ഞാൻ ഒരു 1/2 ഗ്ലാസ് ചവ്വരിയാണ് വേവിച്ചത്, അതും കൂടെ ആഡ് ചെയ്ത് പിന്നെ ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബോൾസ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വേവിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കണ്ടൻസ് മിൽക്ക് ഞാൻ 1/2 ടിൻ ചേർത്തിട്ടുണ്ട്. പക്ഷെ അത് റെക്കോർഡായിട്ടില്ല. 1/2 ടിൻ കണ്ടൻസ് മിൽക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതനുസരിച്ച് മതി ശർക്കര പാനി നമ്മൾ കുറച്ച് ചേർക്കേണ്ട. കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം ചെക്ക് ചെയ്യണം. കാരണം എത്ര മധുരം, അത് കഴിഞ്ഞിട്ട് ശർക്കര നമ്മൾ ബാക്കി ആഡ് ചെയ്താൽ മതി. നമ്മളൊരു 45 മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് ശേഷമാണ് ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒത്തിരി തിളപ്പിക്കേണ്ട, ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഗീയിൽ കശുവണ്ടിയും കിസ്മിസും പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും, അതും മസ്റ്റാണ്. തേങ്ങാക്കൊത്ത് വറുത്തിടണേ. പിന്നെ അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പായസം റെഡി. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.